ബോണി ആരൻസ് എന്ന കാലിഫോർണിയൻ വനിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമ നടിയായി മാറുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗന്ദര്യ സങ്കല്പത്തിനെതിരായിരുന്നു അവരുടെ രൂപം. മുഖം ഒരുപാട് നീളമുള്ളതാണ്, അതേപോലെ തന്നെ അസാധാരണമായ വിധം വളഞ്ഞ് നീളമുള്ള മൂക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സങ്കല്പത്തിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വപ്നത്തിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വന്നു. അങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസം ഒരുപാട് എങ്കിലും അവർ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അങ്ങനെ അവിടുന്ന് വിജയകരമായി അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് അവിടുന്നും ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെയും ആ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നു. അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷം ചാൻസിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുന്നവർക്ക്, അതായത് ഡെഡ് ബോഡി ആയിട്ട്, അതേപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വേഷങ്ങളാണ് കിട്ടുന്നത്. എന്നിരുന്നാൽ തന്നെയും ബോണി ആരൻസ് അവരുടെ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. തൻ്റെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. ആ ഒരു സമയത്താണ് കോഞ്ചറിങ് 2 എന്ന ആ സിനിമയിലെ കഥാപാത്രത്തിന്, മലാക്ക് എന്ന ആ കഥാപാത്രത്തിന് വേണ്ടി ആ സംവിധായകൻ ഒരു പ്രതിഭയെ തേടുന്നത്. ആ ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ള മുഖമാണ്, ആ ഒരു രൂപമാണ് ബോണി ആരൻസിന് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ അദ്ദേഹം ആ സിനിമയിലേക്ക് അവരെ ക്ഷണിക്കുന്നു. ആ കഥാപാത്രം, മലാക്ക് എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായി മാറുന്നു. അതിനുശേഷം ബോണി ആരൻസിൻ്റെ ജീവിതം തന്നെ മറിയുന്നു. ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടുന്ന ഒരു വനിതയായി മാറി. അതേപോലെ തന്നെ ദ നൺ എന്ന സിനിമയിലും അവർ അഭിനയിച്ച് പ്രശസ്തിയായി മാറി. മറ്റുള്ളവർ എത്ര തളർത്തിയാലും അവരവരുടെ സ്വന്തം കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വന്തം നിലനിൽപ്പ്, ആ ഒരു സ്വപ്നം, അതിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതാണ് ശ്രേഷ്ഠത. ഹാവ് എ നൈസ് ഡേ.